നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം കേരളം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ആശാ വർക്കർമാരുടെ ഈ സെക്രട്ടറിയിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാഴ്ച. അതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കതിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വളരെ ഗൗരവതരം എടുക്കുകയും നമ്മൾ കൃത്യമായി അതിനെ സംബന്ധിച്ച വാർത്ത കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ തന്നെ നമ്മൾ ലോക ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ആ കെഫിർ ബിബാസ്, അയാൾ 9 മാസം പ്രായമുള്ള കുട്ടിയും അയാളുടെ 4 വയസ്സ് പ്രായമുള്ള സഹോദരൻ ഏരിയലിനെയും അമ്മയും അച്ഛനെയൊക്കെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അവർ സ്ഥിരീകരിക്കുന്നത്. അവരുടെ മൃതദേഹങ്ങൾ കൈമാറുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കൈമാറിയത് അവരുടെ തന്നെയാണ്. പക്ഷേ അവരുടെ അമ്മ ഷിറിക്ക് പകരം കൊണ്ടുവന്ന മറ്റാരുടെയും മൃതദേഹമായിരുന്നു എന്നാണ്. സത്യത്തിൽ മൃതദേഹങ്ങളോട് പോലും ബന്ധികൾ ആയവരെ വിടുമെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. അതായത് ഹമാസ് ശരിക്കും പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജീവനോടെ വിടാം എന്ന് പറഞ്ഞ ബന്ധികളുടെ ചിത്രങ്ങളാണ് അവർ കൊടുത്തത്. പക്ഷേ അവസാനം വന്നപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹമാസ് എന്ന് പറയുന്നത് ഒരുപാട് ഗോത്രങ്ങളുടെ പല പ്രവിശ്യകളായി വിവിധ ഗോത്രങ്ങളെ നമുക്ക് വിളിക്കാൻ എളുപ്പത്തിൽ നമ്മളൊരു ഹമാസ് എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഹമാസ് ഒരു സംഘടനയുണ്ട്, പക്ഷേ വിവിധ ഗോത്രങ്ങൾ, വിവിധ പ്രവിശ്യകൾ, അങ്ങനെ ആരെങ്കിലും നിയന്ത്രിക്കുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റം ഉള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വിവിധ ആളുകൾ വന്ന് കൂട്ടമായി വന്ന് ആക്രമിക്കുന്നു. അവരെവിടേക്കും ആൾക്കാരെ കൊണ്ടുപോയി. എത്ര പേരെ മാത്രമല്ല അവർ പറഞ്ഞത് ഇവർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഈ കുട്ടികളും അമ്മയെ കൊല്ലപ്പെട്ടു എന്നാണ് ഇവർ ഹമാസ് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഈ കൊണ്ടുവന്ന എല്ലാ മൃതദേഹങ്ങളുടെയും കൃത്യമായി ഫോറൻസിക് വിദഗ്ധന്മാരെ വെച്ച് പരിശോധന നടത്തിയതിനു ശേഷം തന്നെയാണ് അവരത് ഏറ്റുവാങ്ങിയത്. പക്ഷേ വിദഗ്ധന്മാർ നടത്തിയ പരിശോധനയിൽ കാണുന്നത് ഈ കുട്ടികൾ ബോംബാക്രമണത്തിലല്ല കൊല്ലപ്പെട്ടത് എന്നാണ്. അപ്പം ഈ മനുഷ്യപ്പറ്റില്ലാത്ത ഈ ഹമാസ് തീവ്രവാദികൾ ഈ കുട്ടികളെല്ലാം കൊല്ലുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കുട്ടികളുടെ അമ്മയെ എങ്ങനെ മൃതദേഹം മറ്റൊരാളുടെ ഒപ്പം വേറൊരാൾ മരിച്ചിട്ടുണ്ടെന്നല്ലേ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. അതിഭീകരമാണ്. നമ്മുടെ നാട്ടിൽ ആനപ്പുറത്ത് ഈ ഹമാസ് നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ വെച്ച് എഴുന്നള്ളി പെടുത്തുന്ന ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്ത ഒരു സംഘടനയുടെ നേതാക്കളെയാണ് നമ്മളിവിടെ ആരാധിക്കുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. കേരളത്തിൽ ആശാ വർക്കർമാർ കഴിഞ്ഞ 14 ദിവസം, ഇന്ന് 14ാമത്തെ ദിവസമാണ്, 14 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുകയാണ്. അവരുടെ അടിസ്ഥാനപരമായ ആവശ്യമൊന്ന് കുടിശ്ശികയുള്ള അവരുടെ പണം നൽകണമെന്നായിരുന്നു. അതെന്തായാലും കേരള സർക്കാർ സമരത്തിന്റെ ഭാഗമായി 2 മാസത്തോളം ഉള്ള കുടിശ്ശികയും ഈ മാസത്തെ സാലറിയും ഉൾപ്പെടെയുള്ളവ കൊടുക്കാം എന്ന് തീരുമാനമായിട്ടുണ്ട്. 2 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. അതിൻ്റെ ഒപ്പം ഈ മാസത്തെ ശമ്പളം കൂടി ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. അതായത് വെറുതെ വീട്ടിലിരുന്നതിന് കിട്ടിയല്ല, നിരത്തിൽ ഇറങ്ങിപ്പോയി പണിയെടുക്കുന്ന കേവലം 7,500 രൂപ സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കൊടുക്കാമെന്ന് സമരം 2 ആഴ്ച വിളിക്കേണ്ടി വന്നു കേട്ടാ സെക്രട്ടറി മുന്നിൽ. ഞാൻ എന്നും സ്റ്റാച്യു കൂടെ സെക്രട്ടറി മുന്നേ കൂടെ അതിൽ നടന്നു പോകുമ്പോൾ കാണാറുള്ളതാണ് ഈ ഈ സ്ത്രീകളെ. അവർ പാട്ട് പാടുന്നുണ്ട്. എല്ലാവരും അവരെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, അപ്പം ഞാൻ അവിടെ കട നടത്തേണ്ട ഒരു പരിചയക്കാരനോട് ഞാൻ ചോദിച്ചു, ഇവരെപ്പോഴും അപ്പോൾ അയാളെ പറഞ്ഞു അവർ മുദ്രാവാക്യം വിളി കുറവാണ്, കൂടുതലും പാട്ട് പാടുകയാണ്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാനല്ല, നമുക്ക് ആ പാട്ട് വേദനയാണ് തോന്നുന്നത്. പ്രതിഷേധമായി നിന്നു. 2 ആഴ്ചക്കുള്ള അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് കുടിശ്ശികയായിരുന്നു. കുടിശ്ശിക തീർത്തുകൊണ്ട് കൊടുക്കാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരത് മാത്രമല്ല ആവശ്യപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 7,500 രൂപയ്ക്ക് പണിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ കൊടുക്കണം 7,000 രൂപ മിനിമം വീട്ടിൻ്റെ വാടക. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരുടെ പണികൾ ചേട്ടാ, ഇവര് അക്രഡിറ്റഡ് സോഷ്യൽ വർക്കേഴ്സ് ആണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് വർക്കേഴ്സ് ആണ് ആശ എന്ന് പറയുന്നത്. അതായത് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആണ് ഇവര്. വീടാന്തരം കയറുക, സർവേകൾ നടത്തുക, അമ്മ കുട്ടി പരിപാലനം, ഇപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗർഭ കാലഘട്ടങ്ങളിലുള്ള ഗുളിക വിതരണം മുതൽ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലെ പല ആളുകൾ ഇവരെ കുറിച്ച് അറിയാമോ എന്ന് സംശയമാണ്. കാരണം നഗരങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇവർ വരുന്നുണ്ടായിരിക്കും, പക്ഷേ ഫ്ലാറ്റുകളിൽ നിന്ന് പലപ്പോഴും ഇവർക്ക് ആൾ കാണും. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഞാൻ ശരിക്കും ആശാവർക്കർമാരെ പലരെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അവർ അന്വേഷിച്ച് വരാറുണ്ട് കാര്യങ്ങളൊക്കെ. അതായത് ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കേണ്ട സംവിധാനമാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത്. നമ്മൾ ഈ സത്യത്തിൽ ഒരു മീനിന്റെ മുള്ളു പോലെ ഇങ്ങനെ പലയിടങ്ങളിലേക്ക് വ്യാപിച്ച് ആ മുള്ളു വരുമ്പോഴാണല്ലോ ഒരു പുതിയ സ്ട്രക്ചർ വരുന്നത്. അതേപോലെയാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത്. അപ്പം ഏറ്റവും അടിസ്ഥാന യൂണിറ്റിൽ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ വെക്കുന്ന ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അടിസ്ഥാന കല്ലിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഇന്ന് അത് ഇവരുടെ പണം കൊടുക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും കൂടെ സംയുക്തമായാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണം നൽകാനായിട്ട് താമസിച്ചത്. ഇതിൽ മൊത്തമായി 9 ലക്ഷത്തോളം ആശാവർക്കർമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ന്യായമായ ആവശ്യമാണ്. കാലം മുന്നോട്ടാണ് പോകുന്നത്. സാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ട്.
ഈ ആശാവർക്കർമാർ എന്നുള്ള ആശയം കൊണ്ടുവന്ന ആ വർഷം മുതലുള്ള രീതിയിൽ ഓണറേറിയം വളരെ ചെറിയ ഏറ്റവും ശുഷ്കമായ രീതിയിലാണ് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത്. അതുപോരാ, ഇവർക്ക് ഏറ്റവും കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് ഓണറേറിയം ലഭിക്കണമെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള കാര്യം, നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള വളരെ സാധാരണ മറ്റു പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ, ആ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കുണ്ടല്ലോ തുച്ഛമായ ശമ്പളമാണ് പലപ്പോഴും. അതേസമയം നമ്മുടെ നാട്ടിൽ വളരെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയ പദവിയായിരിക്കും, എങ്കിൽ പോലും ഈ മനുഷ്യരൊക്കെ പണ്ട് മുതലേ അങ്ങനെ രീതിയാണത്. മാന്യമായ ശമ്പളം കൊടുക്കുന്നതാണ്. മാന്യമായ ശമ്പളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരാൾ പഠിച്ച് അയാൾ കുറെ നാൾ സീനിയോറിറ്റി ആയി എത്തിയ സമയത്ത് അയാൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം മേടിക്കുന്നതിനെ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ മേടിക്കുന്നതിനല്ല ഞാൻ പറയുന്നത്. മറിച്ച് മാന്യമായ ശമ്പളം എന്നൊന്നുണ്ടല്ലോ. അതായത് 7,500 രൂപ അല്ലെങ്കിൽ 10,000 രൂപയിൽ താഴെ ഒരു മാസം. അതായത് ചേട്ടാ, ഇതൊരു നിശ്ചിത സമയം പോലും ഇല്ല ഇവർക്ക്. സമയമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10-5 ജോലി അല്ല ഇത്. നമുക്ക് രാവിലെ പഞ്ച് ചെയ്ത് എന്നാൽ 9 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ പണി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ പൊരി വെയിലത്ത് ഈ പാവങ്ങൾ നടന്ന് ഒരു വീട്ടിലേക്ക് എത്താൻ വണ്ടിയിൽ പറ്റില്ലല്ലോ. ഒരു സ്ഥലത്തു നിന്ന് നടന്നിട്ട് ഇടവഴികൾ കയറിയും കാട് കയറിയും കുന്ന് കയറിയും പോകേണ്ടിടത്തെല്ലാം പോയി ചെയ്യേണ്ടത് എന്തെങ്കിലും ഗുളിക വിതരണമോ, ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ വളരെ നിസ്സാരമായി തോന്നും. നിങ്ങൾ ഈ ആശാവർക്കർമാരില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന്റെ സത്യത്തിൽ നാഡീഞരമ്പുകളാണ് ആശാവർക്കർ. പക്ഷെ നമ്മളിവരൊന്നും മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ വാർത്ത കണ്ടിരുന്നു. ഒരു ആശാവർക്കർ പറയുന്നുണ്ട്, ഈ നമുക്ക് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ നമ്മൾ ആ വീട്ടിലെ അവസ്ഥ നമുക്കറിയില്ല. പട്ടി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പലരെയും ഈ വീട്ടിൽ പട്ടി അടിച്ചിട്ടേ ഇവരറിയില്ല. ഇവർ മരുന്ന് കൊടുക്കാൻ അവർ ഏറ്റുറക്കുമ്പോഴായിരിക്കും പട്ടി ചാടി വീഴുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഭീഷണികളെയും കൂടെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ മനുഷ്യർ ഇതിലേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമാണ് ഇത് രാഷ്ട്രീയ പ്രേരിത സമരം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ല, കാരണം ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന സാംഘടനയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വന്നിരിക്കുന്നത്. ഇന്നലെ സത്യത്തിൽ കേരളത്തിലെ എല്ലാ ആശാവർക്കർമാരും സെക്രട്ടറി മുന്നിൽ മഹാസമ്മേളനം ഉൾപ്പെടെയുള്ളവ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായ ശമ്പളം അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, അത് അവരുടെ അവകാശമാണല്ലോ. അത് അവരുടെ അവകാശമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യത്തിൽ ഒരു ജനക്ഷേമ സർക്കാർ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് സ്വയമേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആശാവർക്കർമാരെ എല്ലാ കാലത്തും ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ അതൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളെന്ന് പറഞ്ഞ് ഞെളിഞ്ഞടക്കുന്ന ആളുകളാണ് ഇത് ഇത്രയും ഇവരെ പുച്ഛത്തോടെ കാണുന്നത്. കാര്യം ആരോഗ്യമന്ത്രിയൊക്കെ തന്നെ ഇവരെ കാണാൻ പോലും തയ്യാറായിരുന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവരെല്ലാം പുച്ഛത്തോടെയാണ് ഇവരെ കാണുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഈ ഇത്തരത്തിലുള്ള വളരെ ഇവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള ഈ ജോലി ചെയ്യുന്ന ഇവരോടൊക്കെ കുറച്ചുകൂടി ഒരു മാനുഷിക പരിഗണന അങ്ങനെ പലപ്പോഴും സംഭവിക്കാറില്ല. പണ്ട് തകഴിയുടെ ഒരു എഴുത്തുണ്ട്, തോട്ടിയുടെ മകൻ. ഈ നമ്മൾ എപ്പോഴെങ്കിലും ഈ തോട്ടിപ്പണിക്കാരെ സ്കാവഞ്ചേഴ്സിനെ അതിഭീകരമായ പുച്ഛത്തോടെയാണ് കാണുന്നത്. അവരെ നമ്മൾ സമൂഹത്തിന്റെ ഒരു ഭാഗമായി പോലും കണക്കാക്കില്ല. പക്ഷേ തോട്ടിപ്പണിക്കാരില്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നാട്ടിലെ ഡ്രെയിനേജുകളിൽ ഇറങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അടിസ്ഥാനപരമായി ഇത്തരം തൊഴിൽ ചെയ്യാൻ ആളില്ലാതെ ആവുന്നപ്പം നമ്മുടെ വീട്ടിലൊരു പറമ്പ് കിളയ്ക്കണം, നമുക്ക് പറ്റില്ല. കിളയ്ക്കാനുള്ള ആൾ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അയാൾ വന്നത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നിട്ട് കൊതുകിന് മരുന്നടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ. മാത്രമല്ല ഏട്ടാ, ആശാവർക്കർമാരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇത്രയധികം മെച്ചപ്പെട്ട രീതിയിലേക്ക് വളർന്നത്. കേരളം ലോകത്തിന് മാതൃക. കേരള മോഡൽ എന്നാണ് പറയുന്നത്. കേരള മോഡൽ ചുമ്മാ പറയുകയല്ല. കേരള മോഡൽ പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും സുരക്ഷിതമായി വീടുകളിലിരുന്നു, സാമൂഹിക അകലം പാലിച്ചു. എത്ര ആശാവർക്കർമാർക്ക് കോവിഡ് വന്നെന്നറിയാമോ കേരളത്തിൽ? അവർ വീടാന്തരം കയറി ഇറങ്ങുകയും ഇതിനെക്കുറിച്ച് ഇവർക്ക് ഇത് മാത്രം ചെയ്താൽ പോരാ, ആളുകളെ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കണം, അവർക്ക് അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഇവര് സാമൂഹിക അകലം പാലിക്കാനോ ഇവരുടെ സുരക്ഷ നോക്കിയിരിക്കാനോ, നമ്മളൊക്കെ വീടുകളിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും അവർ നോക്കാറുണ്ട്. നമ്മുടെ ഈ ആവശ്യമില്ലാതെ വെള്ളം കെട്ടി കിടന്ന് കൊതുക് വരി അവിടെ പ്രശ്നമുണ്ടോ, അതൊക്കെ അവർ നോക്കാറുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി ശരിക്കും ജീവിതം ഹോമിക്കുന്ന ഒരു വലിയ വിഭാഗമാണ്. നമുക്കെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ പട്ടാളക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പട്ടാളക്കാർ അവർ രാത്രി ഉണർന്ന് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ശത്രുക്രമം ജീവിക്കുന്നത്. ഞാനൊരു സുഹൃത്തുക്കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ പട്ടാളക്കാരുടെ ആംബുലൻസ് പോകുന്നു, തൊട്ട് പുറകെ 2-3 പട്ടാളക്കാർ ബുള്ളറ്റിലും പോകുന്നുണ്ട്. ഞാൻ പറയണ ഈ മരിച്ചു കൊള്ളാമെന്ന് എഴുതി കൊടുത്തിട്ട് പോയ ആൾക്കാരാണല്ലോ ഇവർ. അപ്പം ആശാവർക്കർമാരെന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു കാറ്റഗറിയാണ്. അവരെ ആശാവർക്കർമാരാണ്. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഇവർക്ക് വിദ്യാഭ്യാസമില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കളിയാക്കുന്ന കുറേ കാര്യങ്ങളും അതങ്ങനെയൊക്കെ വന്നിരുന്നു. അവർക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അവർക്ക് എഴുത്തും വായനയും അറിയാവുന്ന ആളുകളാണ്, അവർക്ക് സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാണ്.
അടിസ്ഥാനപരമായി അവർക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധമുണ്ടല്ലോ. സാധാരണ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സമൂഹത്തിൽ. ഈ പറഞ്ഞ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്ന ധാരണയിൽ അവരോട് അങ്ങനെ പെരുമാറുന്നവരൊക്കെ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവരെല്ലാം പലരും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഈ ജോലിക്ക് വന്നിട്ടുള്ളത്. അന്ന് ആലോചിച്ച് നോക്ക് മനജ, ഈ സമരം നടക്കുന്ന ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് PSC മെമ്പർമാർ, നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തുകൊണ്ട് അതിൽ കൂടുതൽ പോകുന്നില്ല. PSC ചെയർമാൻ 4 ലക്ഷം, മെമ്പർമാർക്ക് 3.25 ലക്ഷം. കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രതി തോമസ് മാഷിൻ്റെ ആനുവൽ ഓണറേറിയം 15 ലക്ഷം കണ്ടാക്കാൻ പോകുന്നു. അതാണ് ഇതൊക്കെ അതായത് അപ്പൊ താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഇവർക്ക് പ്രയോജനമുള്ള കുറച്ച് ആളുകൾക്ക് ഇവർക്ക് ലക്ഷങ്ങൾക്ക് എത്ര ലക്ഷം വേണമെങ്കിലും ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാർക്ക് പൈസ കൂട്ടുന്നുണ്ട്. കാരണം എന്താണ്? രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളാണ്, ഭരണകക്ഷി പ്രതിനിധികളാണ് അവിടെ ഇരിക്കുന്നത്. നിയമനങ്ങളിലും അത് ചേട്ടാ ചെറിയ ലോക്കൽ സെക്രട്ടറി ഒന്നുമില്ലല്ലോ, സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയ പ്രേരിത നിയമനങ്ങൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് പ്രയോഗിക്കാം, നികുതി പണത്തിൽ നിന്ന് എടുക്കാം. പക്ഷേ ഈ നാട്ടിലെ നികുതി പണത്തിൽ നിന്നും എടുത്ത് ചെലവാക്കി ഈ പാവപ്പെട്ട ഈ സ്ത്രീകളെ അവരെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരിന് പറ്റുന്നില്ല. അവർക്ക് സമരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ച് വെക്കണം, ഇപ്പം നമുക്കൊക്കെ ഒരു മാസത്തെ സാലറി കിട്ടിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയും ഡെയിലി ലൈഫിലും എന്തൊക്കെയോ പരിമിതി, നമ്മൾ കടം മേടിച്ചും ഒക്കെ. ഇപ്പം 2-3 മാസമായി സാലറി കിട്ടുന്നില്ല, ഓണററിയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് സർക്കാർ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ജനക്ഷേമമാണ് പറയുന്നത്? ഇവർ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ലെയിമുകളിലൊന്നാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനപരമായി ശമ്പള കുടിശ്ശിക ഇങ്ങനെ കിടക്കുകയാണോ? ഈ കുടിശ്ശിക പണമെല്ലാം സർക്കാർ മറ്റേതെങ്കിലും തരത്തിലേക്ക് വകമാറ്റി ചെലവാക്കുകയൊക്കെ ആയിരിക്കാം. എന്തായാലും അക്കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് അവകാശങ്ങൾ അവർക്കുള്ളതാണ്, അത് നിങ്ങളുടെ ഔദാര്യമായി ഒന്നും കൊടുക്കേണ്ടതില്ല. അവർ ചെയ്യുന്ന പണിക്കാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇവർ ശമ്പളം കൂടാതെ പിന്നെ ഇവർക്ക് ഇൻസെന്റീവുകളാണെന്ന് തോന്നുന്നു, അതിന് ടാർഗറ്റ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര ചെയ്താൽ മാത്രമേ അവർക്ക് അത് കിട്ടുകയുള്ളൂ. പെൻഷൻ അനുവദിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞ സമയത്ത് എനിക്ക് 45 വയസ്സ് വരെയാണെന്ന് തോന്നുന്നു ആശാവർക്കറിന്റെ പ്രായം ലിമിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ആ പിരിയുന്ന സമയത്ത് അവർക്ക് കുറച്ച് തുക കയ്യിലും കൊടുക്കണം എന്നും പറയുന്നു. അത് നല്ലതാണ്, തുക കയ്യിൽ കൊടുത്താലേ ഇവർ കൊണ്ട് അവരെന്തെങ്കിലും സ്വന്തമായിട്ട് കട നടത്തി എങ്ങനെ അവർ ജീവിച്ചു. 45 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പിന്നീട് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ആളുകൾക്ക് പ്രായം അധികരിച്ച് കഴിയുമ്പോൾ അവർ ചെയ്ത പണിക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം എന്ന രീതിയിലോ അവർക്ക് വേണ്ടുന്ന രീതിയിലോ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരാണെങ്കിൽ അവർക്കത് കൊടുക്കാൻ കൂടി തയ്യാറാകണം. അതുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ അവരുടെ കുടിശ്ശികയുള്ള ശമ്പളം തിരികെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും സമരം നിർത്താത്തത്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും എഴുതുന്നൊരു ചോദ്യം, കിട്ടിയില്ല ഇനി പൊയ്ക്കൂടി, ഇനി ആർത്തിക്കിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആർത്തിയല്ലേ, അവരുടെ അധ്വാനത്തിൻ്റെ അവരുടെ കഷ്ടപ്പാടിൻ്റെ വിലയാണ് അവർ ചോദിക്കുന്നത്. ഫ്രീ ആയിട്ടിരുന്നിട്ട് അതെ, ഇവിടെ സർക്കാർ അധ്യാപകരും സർക്കാർ ജീവനക്കാരും ഒക്കെ സമരം ചെയ്യുമ്പോഴേ എത്ര പെട്ടെന്നാണ് കീഴടങ്ങാനുള്ള സർക്കാരുകൾ. കീഴടങ്ങിയിട്ട് അവർ പറഞ്ഞ എല്ലാം സാധിച്ചു കൊടുക്കുക, അവർ എന്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ 2 കൂടെ അഡീഷണൽ കൂടെ തരാമെന്ന് പറയും. പക്ഷേ ഈ മനുഷ്യർ ഇത്രയും കിടന്ന് ഈ രാത്രിയും പോലൊന്നും ഇല്ലാതെ ഈ ജോലി ചെയ്യുന്ന ഈ സ്ത്രീകളോട് മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടോ മനജ, നമ്മുടെ നാട്ടിലെ ഒരു വനിതാ സംഘടനയെ അവിടുത്തെ അവർക്ക് അവകാശം അർപ്പിക്കാൻ പോയില്ല. പോകാൻ പറ്റില്ലല്ലോ, പോയി കഴിഞ്ഞാൽ അപ്പോൾ കുടുക്ക് വീഴും. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഒരു വനിതാ കമ്മീഷൻ ഉണ്ട് ഈ നാട്ടിൽ. ഈ വനിതാ കമ്മീഷൻ അടിസ്ഥാനപരമായി കന്റോൺമെന്റ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു, അവരെ നോട്ടീസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കേസ് അതിന്റെ മുറയ്ക്ക് നടക്കുമായിരിക്കും. പക്ഷേ വനിതാ കമ്മീഷൻ ഉണ്ട്. വനിതാ കമ്മീഷൻ ആലോചിച്ചു, എന്തിനാണ് വനിതാ കമ്മീഷൻ? ഈ നാട്ടിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ജീവിതം അടിസ്ഥാനപരമായി ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. അതിനൊന്നും കഴിവില്ലാത്തൊരു വനിതാ കമ്മീഷനാണ് ഇപ്പം നമുക്ക് അവിടെ ഇരിക്കുന്നത്. ഇത്രയും അധികം സ്ത്രീകൾ രാപ്പകൽ സമരമാണ് അവിടെ നടത്തുന്നത്. അവർ രാത്രി പോകുന്നില്ല, രാപ്പകൽ സമരം. സെക്രട്ടറിന് മുന്നിൽ അവർ ഉള്ള കഞ്ഞിയും ചോറുമൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ വെച്ച് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്ത് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുകയാണ്. അവരുടെ അടുത്തേക്ക് ഒന്ന് കമ്മീഷൻ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് കമ്മീഷൻ ഒന്ന് ഇമ്പോസ് ചെയ്യാലോ. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എനിക്കൊന്നും ഇപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് രമേശ് ചെന്നിത്തല അതിന്റെ പേരിൽ കേസെടുക്കാൻ അങ്ങനെ എന്തൊക്കെയോ നീക്കങ്ങളുണ്ട്. അതിനാണ് ഇത് രാഷ്ട്രീയ പ്രേരിതം. ഇപ്പം സ്വാഭാവികമായും ഭരണവർഗ പാർട്ടിയിലെ ആരും ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരില്ല. ഇനിയിപ്പോ ഭരണവർഗ പാർട്ടിയിലെ തിരിഞ്ഞുപോലും നോക്കില്ല ആ ഭാഗത്ത്. അതെ, അതിപ്പോ ഞാനതാ പറഞ്ഞു. ഇപ്പൊ യുവജന സംഘടന SFIയുടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇവർക്കൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാമല്ലോ ചേച്ചിമാരുടെ അടുത്ത് പോയിട്ട്. പറ്റില്ല, അവരതൊന്നും ചെയ്യില്ല. അങ്ങനത്തെ ഇപ്പൊ സംസ്ഥാന സമ്മേളനം വരികയാണ് CPMന്റെ. അടുത്ത മാസം കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. ഇവരടിസ്ഥാന വർഗ ജനത പദയാത്ര നടത്തുന്നു, ക്യാമ്പസുകൾ കയറി ഇറങ്ങി ബഹളങ്ങൾ നടക്കുന്നു. അതുപോലെ
എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം ആർഷോ SFIയുടെ പ്രശ്നം തിരുവനന്തപുരം ക്യാമ്പസിൽ ഉണ്ടായ സർവകലാശാല ഉണ്ടായ സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരം സ്തംഭിപ്പിക്കും നിൽക്കുമെന്നാണ്, സ്തംഭിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള സംഘടന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കയറി ഇടപെടണം. അല്ലേ? അതെ, മാത്രമല്ല ഒന്നും ആലോചിച്ച് നോക്കും, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ CPM-ന്റെ വനിതകളുടെ ടീച്ചറും PNCM അവരെല്ലാവരും ഉള്ളതാണ്. ഒരു മനുഷ്യ അവിടെ തിരിഞ്ഞൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാര്യം പോയാൽ പാർട്ടിയുടെ മറ്റേ നമ്മുടെ നവീൻ ബാബു കൊലക്കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതി ഉണ്ടല്ലോ, നമ്മുടെ ദിവ്യനെ സ്വീകരിക്കാൻ അവർ ജയിലിൽ പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ദിവ്യനെ സ്വീകരിക്കാൻ മാത്രമല്ല, ശരി, ഇനി അവർ ഭരണകക്ഷിയാണ്, ഇനി അവർ ഇനി അവിടെ ചെന്ന തമ്പുരാന്മാർ മുഖം കറുപ്പിച്ച് അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാലേ ഈ പ്രതിപക്ഷത്തെ വനിതാ സംഘടനയില്ലേ, മഹിളാ കോൺഗ്രസ്, മഹിളാ മോർച്ചയൊക്കെ ഇവരാരെങ്കിലും പോയോ? ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജാഥ നടത്തുന്നു. അല്ല, ഐക്യദാർഢ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇതിന് സോഷ്യൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ശ്രദ്ധിക്കുക. ഇതിന് വലിയ സാമൂഹ്യ പ്രസക്തി ഉണ്ടോ? ഇത് ഏതെങ്കിലും ഒരു VIP-യുടെ പ്രശ്നമായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ ഓടി വരികയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് അത്ര വലിയ ന്യൂസ് വാല്യൂ ഇല്ലെന്ന് ഇവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം എതിർപക്ഷത്തുള്ള പാർട്ടികളിലെ സ്ത്രീകൾ പോലും ഇവരോട് ഐക്യപ്പെടാൻ സന്നദ്ധമാകാത്തതാണ്. ഇനി ചെയ്യേണ്ടത് ഈ ആശാ വർക്കർമാർ സമരം ചെയ്തവർ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ഈ ദിവസത്തോട് തന്നെ അത് വലിയ പ്രോമിനൻസ് വന്നതാണ്. ഇനി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്ന അടിച്ചോടിക്കണം ഇതിനേക്കാളും സത്യം പറഞ്ഞാൽ. കാരണം അല്ല, ഇനി എന്താ ഈ കുടിശ്ശിക കിട്ടിയതിന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇനി വരും. ആശാവർക്കർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, ഇനിയും കുടിശ്ശിക വരാൻ സാധ്യത കിടക്കണം. കാര്യം സംസ്ഥാന പൈസ ഇല്ലല്ലോ, ലക്ഷം കോടിക്കണക്കിന് ബാക്കിയുള്ള പൈസ മുഴുവൻ എടുത്ത് ഇനി അവരെ കൊടുക്കണ്ടേ? ഈ PSC മെമ്പർമാർക്കും ചെയർമാനും ഈ ഡൽഹിയിലെ കേരളത്തെ പ്രതിനിധിക്കും അതുപോലെയുള്ള ആൾക്കെല്ലാം വനിതകൾ പിന്നെ വക്കീലന്മാർക്കും എല്ലാം കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കുടിശ്ശിക വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓണറേറിയം എന്ന കാര്യത്തിനകത്ത് കൃത്യമായ ഒരു എഗ്രിമെന്റോടുകൂടി കൃത്യമായ രീതിയിൽ അത് പരിഹരിക്കപ്പെടണം. അല്ലാതെ ചുമ്മാ മന്ത്രിയുടെ പാഴ്വാക്ക് കേട്ടിട്ട് ഈ ഒന്നാം EMS സർക്കാരിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും നിലവിൽ അന്നുണ്ടായിരുന്ന ശമ്പളത്തെക്കാൾ കുറഞ്ഞ ശമ്പളമാണ് വാങ്ങിയത്. അതൊക്കെ ഏത് EMS നമ്മൾ ചോദിക്കുന്ന സഹകാരനാണ് ഉള്ളത്. എന്നാലും ഞാൻ പറയണം, അത്രയും മഹാന്മാരായ ആളുകൾ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ അന്ന് നിലവിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അതിലും കുറച്ച് ശമ്പളമാണ് അവർ എല്ലാവരും സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അല്ല, അതൊക്കെ ഒരു മികച്ച മാതൃകകളാണ് അവരൊക്കെ. അല്ല, ചില ആൾ ഇപ്പം പല ആളുകളുമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയാണ് 1 രൂപ എഴുതി മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്ത ഇപ്പൊ രാഷ്ട്ര സേവനം ഒരു ഫുൾ ടൈം രാഷ്ട്ര സേവനമാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആവശ്യപ്പെട്ട തുക, അതായത് പണിയെടുത്താൽ ചേട്ടാ ശമ്പളം മേടിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ പണിയെടുത്തവർക്ക് കഴിക്കണം ശമ്പളം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാന കാര്യം. പൈസ കൂടുതൽ കിട്ടും. അതിന് കുറച്ച് പ്രിവിലേജുകളും ആവശ്യമുണ്ട്. ഒന്ന് പാർട്ടിയുടെ അടുത്ത ആളായിരിക്കണം, ഏതെങ്കിലും ഒരു പ്രിവിലേജ് ക്ലാസ്സിൽപ്പെട്ട ആളായിരിക്കണം. പാർട്ടിക്ക് ഗുണവും വേണം തിരിച്ച്. ഇപ്പം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരും, നിയമസഭാ തെരഞ്ഞെടുപ്പ് 1-1.5 വർഷത്തിനുള്ളിൽ വരും, പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നുണ്ട്, കൊടി പിടിക്കാൻ ആളെ വേണം. ഇതൊക്കെ അടിസ്ഥാന. അതുപോലെ തന്നെ ക്യാമ്പസിൽ കല്ലെടുത്തെറിയാൻ ഈ അമ്മമാരുടെയൊക്കെ മക്കളായിരിക്കും. അതുപോലെ ഇന്നലെ എനിക്ക് വീട്ടിൽ രാത്രി TV കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നിയൊരു സംഭവം ഉണ്ടായി. പശ്ചിമ ബംഗാളിൽ CPM സംസ്ഥാന സമ്മേളനം ഇന്ന് ആരംഭിക്കുമെന്ന് പോകുമ്പോൾ കേരളയിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും, അവിടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ അവിടെ ആരാണ് നടത്താൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അവിടെ നടത്തേണ്ടിയിരുന്ന ആൾ മുഴുവൻ ഇവിടെ പൊറോട്ട അടിക്കാനും ചായക്കടയിൽ സപ്ലൈനൊക്കെ വന്ന് നിൽക്കുകയാണ്, അതായത് നമ്മുടെ തെങ്ങ് കയറാനൊക്കെ വരെയാണ്. ജില്ലാ സെക്രട്ടറി വരെ ഏരിയ സെക്രട്ടറി വരെ. ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ ബംഗാളിലെ ഈ CPM-ന്റെ അധപതനത്തെ കുറിച്ചാണ് ആ പുസ്തകം പറയുന്നത്. അത് അവിടെ ഇപ്പൊ CPM-കാരെന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ വടിയെടുത്തോണ്ട് നിൽക്കുക അടിക്കാൻ. ആ രീതിയിലാണ് ഭരിച്ച് മുടിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും അതിനൊക്കെ കുറച്ച് സമാനമായി തന്നെ അവിടെ പിന്നെ ഒരു കാര്യം ഉണ്ടായത്, ഇതിനെയൊക്കെ എതിർക്കാൻ മമത എന്ന് പറഞ്ഞ നല്ല നട്ടലുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ അതില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അടുത്ത് ഇവർക്ക് തന്നെ വീണ്ടും ഭരണം കിട്ടുമായിരിക്കും. കാരണം അതാണ് അവസ്ഥ. ആര് മുഖ്യമന്ത്രിയാവണം, ആര് മന്ത്രിയാവണം, ആര് ക്യാബിനറ്റ് ആവണം പറഞ്ഞ് ഇപ്പോഴും അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചേട്ടാ, അടിസ്ഥാനപരമായി ഈ പറയപ്പെടുന്ന വനിതകൾക്ക് അവരമ്മമാരാണ്, അവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രായാധിക്യം മൂലം പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, ജീവിതശൈലി രോഗങ്ങളുള്ളവരുണ്ടാകും. അവർക്ക് ഒരുപാട് നാളെ തിരുവനന്തപുരത്ത് വന്നിങ്ങനെ തമ്പടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഒരു നമ്മുടെ നാട്ടിലൊരു സമരം ഉണ്ടെങ്കിൽ, അംബേദ്കറൊക്കെ ഗാന്ധിയും ഒക്കെ പറഞ്ഞ പല കോഴ്സിൽ നിന്നും ഉള്ളൊരു സംയുക്തമായി ഒരു നാടിന്റെ സുരക്ഷ അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക്, അതിന്റെ വികസനം എന്ന് പറയുന്ന സ്ത്രീകൾ ആ നാട്ടിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അവരുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ
എന്ന് നോക്കിയാണ് പുരാണങ്ങളിലൊക്കെ അത് സംസ്കൃതമാണ്. എനിക്കത് മറന്നുപോയി. സ്ത്രീകൾ എവിടെ ആദരിക്കപ്പെടുന്നോ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുരോഗതി കാണുന്നത്. നിങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത്, ആദരിച്ചില്ലല്ലേ അപമാനിക്കരുത്. അല്ല, ഇത് പുച്ഛിക്കുകയാണ് ഇപ്പൊ ഇവരെ. പുച്ഛമാണ് ഇവരോട്, ഈ മനുഷ്യരോട് പുച്ഛമാണ് ഇവർക്കെല്ലാം. ഇതൊരു ആളുകളായിരുന്നെങ്കിൽ, അത് ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടാ ഇതിനുള്ളിൽ പരിഹാരം കണ്ട് കയ്യിൽ കൊടുത്തന്നെ എഴുതി. മാത്രമല്ല, ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് ഏതെങ്കിലും 2 സാമുദായിക സംഘടനകൾ, കാരണം 2 പ്രബല സാമുദായിക സംഘടനകൾ ഐക്യദാർഢ്യമായിട്ട് ഇവിടെ വന്ന് സമരം നടത്തിയാലും മതിയായിരുന്നു. അതിന് അവർക്ക് സമയമില്ല. ഈ സമുദായ നേതാക്കന്മാർക്ക് ഇതിനൊന്നും സമയമില്ല. അവരവരുടെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കണം. പിന്നെ ഒരു സാമുദായിക പശ്ചാത്തലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും സാംസ്കാരിക പ്രവർത്തകരെ കുറിച്ച് പറയാതെ ഈ ചർച്ച ഒത്തുതീർപ്പാക്കാനില്ല. കേരളത്തിൽ സ്ത്രീ അനുകൂലത്തെക്കുറിച്ചും സ്ത്രീ പുരോഗമനത്തെക്കുറിച്ചും എഴുതാത്ത സാംസ്കാരിക പ്രവർത്തകരില്ല. എഴുത്തുകാരാണ്. എൻ്റെ പെണ്ണെ, എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കവിതകളും കഥകളും ആർട്ടിക്കിളുകളും എഴുതുന്ന ഒരൊറ്റ ആളെ പോലും ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചും കണ്ടില്ല. ഇതൊക്കെ എന്താ പറയുക, അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അടുത്ത അവാർഡിന് ഇവരിൽ പേര് മാത്രമല്ല പല അക്കാദമികളും പുനഃസംഘടിപ്പിക്കാനുള്ള സമയമായി. അക്കാദമി മെമ്പർഷിപ്പ് കിട്ടുക. ആരോ പറഞ്ഞതുപോലെ, നമ്മുടെ പ്രധാനപ്പെട്ട ആരോ പറഞ്ഞാണ് ഇവരെല്ലാം നോട്ടം ഒരു വെള്ളയിൽ പച്ച വരെയുള്ള ഒരു ടവലിട്ട കസേരയുണ്ട്. ആ കസേരയും കാറിലെ സീറ്റിൽ ഇത് വിരിച്ചേക്കും. ഇത് സ്വപ്നം കൊണ്ട് കിടക്കണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാംസ്കാരിക നായകന്മാർ. നമുക്ക് അവരെ പുച്ഛത്തോടെ തള്ളിക്കളയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അവർക്കൊന്നും അതില്ല. എങ്ങനെ വല്ലതും കിട്ടിയാൽ എന്നുള്ളതാണ്. ഭിക്ഷാന്തേഹികൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാർ നമ്മൾ തല്ലാൻ വരും. അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടി അറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ തലസ്ഥാനത്ത് സ്ഥിരകേന്ദ്രമായ സെക്രട്ടറിന് മുന്നിൽ കഴിഞ്ഞ 14 ദിവസമായി കേരളത്തിലെ ഏറ്റവും അടിസ്ഥാനവർഗ ജനവിഭാഗമായ സാധാരണക്കാരായ അമ്മമാരായ ആശാവർക്കർമാർ സമരത്തിലാണ്. അവരുടെ അടിസ്ഥാനമായ സേവനം ചെയ്തതിനുള്ള തുക അവർ ഔദാര്യം ചോദിക്കൽ, അവകാശം ചോദിച്ചുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അല്ല ചേട്ടാ സമൂഹത്തോട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കടന്നു വന്നവരുടെ ഉത്തരവാദിത്വം ഒന്നും ഇല്ല. ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കില്ലായിരുന്നല്ലോ. എന്തുകൊണ്ട് അവരാരും അങ്ങോട്ട് പോകുന്നില്ല? ഇപ്പൊ ഇത് പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ മാത്രമാണ് ഇത് ഒരു വിഷയമാക്കി ചർച്ച ചെയ്യുന്നതും ദിവസം വാർത്ത കൊടുക്കുന്നതും ഒക്കെ തന്നെ. അതിന് പറയും നിങ്ങൾ മാധ്യമ ഇതാണ്, നിങ്ങളെ നിശ്ചിത താല്പര്യമാണ്, മാധ്യമ അജണ്ട, മറ്റേ മാപ്രകളാണെന്നൊക്കെ പറയും. പക്ഷേ മാധ്യമങ്ങളും കോടതിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. സത്യത്തിൽ ഈ സമരം രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താണെന്ന് അറിയാം, ഇത് കേന്ദ്രത്താണ് പൈസ തരുന്നതെന്നാണ്. ഞങ്ങളും കൂടെ സമരം ചെയ്യാൻ വരാമെന്ന്. കേന്ദ്ര സർക്കാർ ഓഫീസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയാൽ മതി, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന അപ്പുറത്തെ ഏജൻസി ഓഫീസറോട് ചെന്നാൽ മതി, ഞങ്ങളും കൂടെ സമരം ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് എന്തിനും കേന്ദ്രം എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഇതിവിടെ ചാവടിക്കാൻ പോലും പൈസ ഇല്ലേ നമ്മൾ സംശയിക്കേണ്ടത്. ഇതിനെല്ലാം പൈസയുണ്ട്. PSC മെമ്പർമാരെ ശമ്പളവും പെൻഷനും ലക്ഷങ്ങളാക്കുന്നതിനും അതല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിനും കയ്യിൽ കാശുണ്ട്. ഈ പാവപ്പെട്ടവൻ ഈ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ എന്താണ്? നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിനെ സഹായിക്കുക എന്നാണ്. അടിസ്ഥാന വർഗത്തിന് ആവശ്യം വരുമ്പോൾ പുച്ഛമാണ് ഇതിനുള്ള മറുപടി. എന്തായാലും അതിഭീകരമാണ് കേരളത്തിലെ അവസ്ഥ. ഈ അവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിസ്ഥാന ജനവിഭാഗമാണ്. പാർട്ടി സമ്മേളനം വരുമ്പോൾ കൊടി പിടിക്കാനും ബഹളം വയ്ക്കാനും മാത്രമല്ല ഇവരെ നമുക്ക് ആവശ്യമുള്ളത്. അവരുടെ അവകാശ അധികാരങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് സ്ത്രീകളാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകളുടെ കണ്ണീര് വീണ ഒരു സ്ഥലവും പിന്നെ നേരെ പോയിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള സത്യവുമാണത്. അതൊരിക്കലും നമ്മൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ, ഇവർക്ക് അത്രയും ജീവിതത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ സ്ത്രീകളുടെ ഈ ഒരു വിഷമം കണ്ടില്ല എന്ന് ഭാവിക്കുന്നത് സത്യം പറഞ്ഞല്ലേ ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മര്യാദയല്ല. ഈ ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുക്കണം. ഈ സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നെങ്കിൽ വനിതാ സംഘടനകളൊക്കെ ഓടിയെത്തിയായിരുന്നു. ആരും അങ്ങോട്ട് പോകുന്നില്ല. മാധ്യമങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവരെ സഹായിക്കാറുള്ളത്. പിന്നെ അതല്ലാത്ത ചില പ്രസ്ഥാനങ്ങളുണ്ട്. എന്നാലും അവർക്ക് ഈ നാട്ടിൽ അറിയപ്പെടുന്ന വമ്പന്മാരല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഈ ആശാവർക്കർമാരുടെ സമരത്തിന് നമുക്ക് എല്ലാ പിന്തുണയും നമുക്ക് പ്രഖ്യാപിക്കാം. അത് നമ്മുടെ സഹോദരിമാർ സമരം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ മാറി നിന്ന് കാണുന്നത് അല്ലെങ്കിൽ അവരെ പുച്ഛിക്കുന്നത് ഒരിക്കലും അതൊരു ജനാധിപത്യ സംവിധാനത്തിനോ മാനുഷിക പരിഗണനയ്ക്കോ ചേരാത്തതാണ് എന്ന് മാത്രമേ ഭൂഷണവുമല്ല. നമസ്കാരം.